ഒരു 2 ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി സംഭവമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നമുക്കൊരു മിക്സിയും ഗ്യാസ് സ്റ്റൗവും മാത്രം മതി. ബീറ്ററോ ഓവനോ ഒന്നിൻ്റെയും ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന കേക്കാണ് ഇത്. നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം. പാനിലേക്ക് നമുക്ക് ആദ്യം ഒരു കാരമൽ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. കാരമൽ സിറപ്പ്, അതിന് പഞ്ചസാര വേണം. ഞാനിവിടെ ഒരു 3/4 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം. ലോ ഫ്ലെയിം വെക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണേ. അത് പഞ്ചസാര കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഈ പഞ്ചസാര മെൽറ്റാകുന്ന സമയം തന്നെ ഞാനിവിടെ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. കണ്ട ഷുഗർ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. പാനിയായി വരുന്നുണ്ട്. നമുക്ക് ഇത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ പഞ്ചസാരയെല്ലാം മൊത്തം ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ഒരു പതയെല്ലാം വന്ന് ഈ പത വരുന്ന സമയമുണ്ടല്ലോ, ആ സമയം നമുക്കൊരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇത് വല്ലാതെ കുറുകി പോകും. അതുകൊണ്ടാണ് ആ സമയം തന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ക്യാരറ്റും നമുക്ക് കിസ്മിസും ആവശ്യമുണ്ട്. കിസ്മിസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ക്യാരറ്റ് ഒന്ന് വാടി വരണം. ഈ സമയം തന്നെ നമുക്ക് വേറൊരു ജാറിലേക്ക് 1 കപ്പ് ഷുഗർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു 3 മുട്ടയാണ് ഇവിടെ എടുക്കുന്നത്. ആ 3 മുട്ട നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ നമുക്കിതിൽ മെല്ലെ ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ ബീറ്റർ വെച്ച് ഒത്തിരി നേരം ആക്കുന്ന ആ ടൈമൊന്നും അത്രയും ടൈമിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാം. അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ബൗളെടുത്ത് 2 കപ്പ് മൈദാമാവ് നമുക്ക് ആവശ്യമുണ്ട്. 2 കപ്പ് മൈദാമാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഞാനിവിടെ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കണമെന്ന്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് അരിച്ചെടുക്കാം. പിന്നെ നമ്മൾ ആദ്യം അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ വെച്ച് നമുക്ക് പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നല്ല അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്കിവിടെ റെഡിയായി കിട്ടും. അധിക സമയം നമുക്കിവിടെ ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. ഇതോടൊപ്പം തന്നെ നമ്മൾ കാരമൽ ചെയ്ത ക്യാരറ്റ് കൂട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്ത കൂട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ നേരത്തെ ഇട്ട ക്യാരറ്റിൻ്റെ ബാക്കിയും കൂടി ഇട്ട് കുറച്ച് നട്ട്സും കൂടി ഇട്ട് നമുക്ക് അലങ്കരിച്ചെടുക്കാം. ഇവിടെ കേക്കിൻ്റെ കൂട്ട് നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഓവനിലോ അത് ഗ്യാസ് സ്റ്റൗവിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു 40-45 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ മതി. നന്നായിട്ട് ബേക്കായി കിട്ടും.
നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കുകയും കൂടെ ഒന്ന് ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.